നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഓരോരുത്തരെയും ഈ ലോകം തിരിച്ചറിയുന്നത് നമ്മുടെ പേരിലൂടെയാണ്. മാതാപിതാക്കൾ നമുക്ക് സ്നേഹത്തോടെ നൽകുന്ന ആ പേരിന് നമ്മളെ അടയാളപ്പെടുത്തുക എന്നതിലുപരി ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. സംഖ്യാശാസ്ത്രത്തിലും അക്ഷരശാസ്ത്രത്തിലുമെല്ലാം പേരിന് നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ഭാവിയെയും സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ പേര് തുടങ്ങുന്ന ഇംഗ്ലീഷ് അക്ഷരത്തിന് സവിശേഷമായ ഒരു ഊർജമുണ്ട്. ഇന്നു മുതൽ നമ്മൾ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയെടുത്ത ഒരു ശാസ്ത്രശാഖയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും. എല്ലാ അക്ഷരങ്ങളെക്കുറിച്ചും ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ എ, ബി, സി, ഡി എന്നീ 4 അക്ഷരങ്ങളിൽ പേര് തുടങ്ങുന്നവരെക്കുറിച്ച് വിശദമായി സംസാരിക്കും. നിങ്ങളുടെ അക്ഷരം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. വരും ദിവസങ്ങളിൽ മറ്റ് അക്ഷരങ്ങളുമായി നമ്മൾ തീർച്ചയായും എത്തുന്നതായിരിക്കും. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അക്ഷരം എ. ആദ്യമായി അക്ഷരമാലയിലെ ഒന്നാമനായ എയിൽ പേര് തുടങ്ങുന്നവരെക്കുറിച്ച് സംസാരിക്കാം. പേരിൻ്റെ തുടക്കം പോലെ തന്നെ ജീവിതത്തിൽ എവിടെയും ഒന്നാമനായിരിക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ മുൻനിരയിലെത്താൻ ഏതറ്റം വരെയും പോകാൻ നിങ്ങൾ തയ്യാറാണ്. അപാരമായ ആത്മവിശ്വാസവും ധൈര്യവുമാണ് നിങ്ങളുടെ മുഖമുദ്ര. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞാനിത് കൈകാര്യം ചെയ്തോളാം എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ജന്മനാ ഒരു നേതൃത്വ പാടവമുണ്ട്. 10 പേർക്കിടയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്കിന് ഒരു പ്രത്യേക വിലയുണ്ടാകും. ആളുകളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനും കാര്യങ്ങൾ ഭംഗിയായി ചെയ്യിപ്പിക്കാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെയാണ് ആശ്രയിക്കുക. എന്നാൽ ഈ ആത്മവിശ്വാസം ചില സമയങ്ങളിൽ ഒരു അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. താൻ ചിന്തിക്കുന്നതും പറയുന്നതുമാണ് ഏറ്റവും വലിയ ശരി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് നിങ്ങളുടേത്. ആ ദേഷ്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന് വരാം. പിന്നീട് അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ വളരെ റൊമാൻറ്റിക് ആയിരിക്കും. തങ്ങളുടെ പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾ മുൻപന്തിയിലായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പങ്കാളി നീങ്ങണമെന്ന് നിങ്ങൾ വാശി പിടിക്കും. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ ചെറിയ ഉരസലുകൾക്ക് കാരണമാകും. സാമ്പത്തികമായി പറയുകയാണെങ്കിൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ കണ്ടെത്താൻ നിങ്ങൾ മിടുക്കരാണ്. ചെറുപ്പത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്നും നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കും. വീട്, വാഹനം തുടങ്ങിയ ഭൗതിക സുഖങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കും. പക്ഷെ കയ്യിൽ പണം വന്നാൽ അത് സൂക്ഷിച്ച് ചെലവഴിക്കാൻ നിങ്ങൾ അല്പം പിന്നോട്ടാണ്. ആഡംബരത്തിനും മറ്റുള്ളവരുടെ മുന്നിൽ മേനി കാണിക്കാനും വേണ്ടി ധാരാളം പണം ചിലവഴിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്ത് നിങ്ങൾ വിജയം കൈവരിക്കും. അക്ഷരം ബി. ഇനി സംസാരിക്കുന്നത് ബി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ചാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ ചെറിയ വാക്കോ നോട്ടമോ പോലും നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും അതേപോലെ വേദനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് തവണ മറ്റുള്ളവരിൽ നിന്ന് മാനസികമായി മുറിവുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. നിങ്ങൾ പൊതുവെ ഒരു സമാധാനപ്രിയനാണ്. വഴക്കിനോ ബഹളത്തിനോ ഒന്നും പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഈ ശാന്തമായ സ്വഭാവം കാരണം പലരും നിങ്ങളെ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്നേഹം നടിച്ച് കൂടെ കൂടുന്ന ചതിയന്മാരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. കുടുംബമാണ് നിങ്ങളുടെ ലോകം. മാതാപിതാക്കൾ, പങ്കാളി, മക്കൾ എന്നിവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നിങ്ങൾ. അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാകും. നിങ്ങളുടെ പ്രണയം വളരെ തീവ്രമായിരിക്കും. പങ്കാളിയോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന നിങ്ങൾ അതേ ആത്മാർത്ഥത തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കും.
എന്നാൽ അതിൽ ചെറിയൊരു കുറവ് വന്നാൽ പോലും നിങ്ങളെ മാനസികമായി അത് തളർത്തിക്കളയും. ജോലിസ്ഥലത്ത് നിങ്ങളൊരു നല്ല ടീം പ്ലെയർ ആയിരിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കും. വലിയ മത്സരബുദ്ധിയൊന്നും നിങ്ങൾക്കില്ല. തനിക്ക് കിട്ടേണ്ടത് തന്നെ തേടി വരും എന്ന് വിശ്വസിക്കുന്ന പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ കരിയറിൽ വലിയ ഉയരങ്ങളിലെത്താൻ ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. സാമ്പത്തികമായി നിങ്ങൾ വലിയ ധാരാളിത്തം കാണിക്കുന്ന കൂട്ടത്തിലല്ല. പണം വളരെ സൂക്ഷിച്ച് ആവശ്യങ്ങൾക്ക് മാത്രം ചിലവഴിക്കുന്നവരാണ് നിങ്ങൾ. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതിനുവേണ്ടി ചെറുപ്പം മുതലേ സമ്പാദിക്കുന്ന ശീലവും നിങ്ങൾക്കുണ്ടാകും. കല, സംഗീതം, പ്രകൃതി എന്നിവയെല്ലാം നിങ്ങളെ വല്ലാതെ ആകർഷിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സർഗാത്മകമായ കഴിവുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. അത് കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള മടിയാണ്. എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്ന ശീലം കാരണം പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അക്ഷരം സി. അടുത്തതായി നമുക്ക് സി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ കുറിച്ച് നോക്കാം. നിങ്ങളെപ്പോലെ പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എപ്പോഴും ചിരിച്ചും ചിരിപ്പിച്ചും നടക്കുന്ന ആൾക്കൂട്ടത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത്. ആളുകളോട് സംസാരിക്കാനും അവരെ കയ്യിലെടുക്കാനും നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം സുഹൃത്തുക്കളും പരിചയക്കാരും ഉണ്ടാകും. നിങ്ങളുടെ ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അഭിനയം, എഴുത്ത്, സംഗീതം, ചിത്രരചന തുടങ്ങിയ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവുണ്ടാകും. നിങ്ങളുടെ ഭാവനാശേഷി വളരെ വലുതാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് മനോഹരമായി അവതരിപ്പിക്കാനും നിങ്ങൾ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ പരസ്യം, മാധ്യമപ്രവർത്തനം, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കും. നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിയാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നിങ്ങൾ ശ്രമിക്കും. എന്നാൽ ഈ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഈ അമിതമായ ആത്മവിശ്വാസം വിനയായി മാറാറുണ്ട്. കാര്യങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ കാണാത്തതുകൊണ്ട് ചില അബദ്ധങ്ങൾ പറ്റാനും സാധ്യതയുണ്ട്. ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെ റൊമാൻറ്റിക്കാണ്. എന്നാൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകളോട് നിങ്ങൾക്ക് ആകർഷണം തോന്നാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ചില സങ്കീർണതകൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം കയ്യിൽ വരുമ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ ചിലവഴിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അധികം വേവലാതിപ്പെടാറില്ല. ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കുക എന്നതാണ് നിങ്ങളുടെ പോളിസി. ഇത് ഭാവിയിൽ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമായേക്കാം. നിങ്ങളുടെ സംസാരം ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. മനസ്സിൽ ഒന്നും വെക്കാതെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന നിങ്ങളുടെ ശീലം കാരണം പലരും നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമ വളരെ കുറവാണെന്നതും നിങ്ങളുടെ ഒരു പോരായ്മയാണ്. അക്ഷരം ഡി. ഇന്നത്തെ നമ്മുടെ അവസാനത്തെ അക്ഷരം ഡി ആണ്. കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം, പ്രായോഗികത എന്നീ വാക്കുകളാണ് നിങ്ങളെ ഏറ്റവും നന്നായി വർണ്ണിക്കാൻ ഉപയോഗിക്കാവുന്നത്. വെറുതെ സ്വപ്നം കണ്ടിരിക്കുന്നവരല്ല നിങ്ങൾ. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും വ്യക്തമായ ഒരു പ്ലാനും ചിട്ടയും ഉണ്ടാകും. നിങ്ങൾ വളരെ വിശ്വസ്തരും സത്യസന്ധരുമാണ്. ഒരു വാക്ക് കൊടുത്താൽ അത് പാലിക്കാൻ ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നിങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നു. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. തെറ്റായ വഴികളിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്നത് നിങ്ങൾ വെറുക്കുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സാണ്. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം നിങ്ങളുടെ പിടിവാശിയാണ്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന വാശി പിടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ നിങ്ങൾ അല്പം പ്രയാസപ്പെടും. പരമ്പരാഗതമായ രീതികളിൽ വിശ്വസിക്കുകയും പുതിയ ആശയങ്ങളെ സംശയത്തോടെ മാത്രം വീക്ഷിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് നിങ്ങളുടേത്. കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. കുടുംബാംഗങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നിങ്ങൾ എപ്പോഴും മുൻഗണന നൽകും. എന്നാൽ സ്നേഹം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾ അല്പം പിന്നോട്ടായിരിക്കും.
നിങ്ങളുടെ സ്നേഹം മുഴുവൻ പ്രവൃത്തികളിലൂടെ ആയിരിക്കും നിങ്ങൾ കാണിക്കുക. ഇത് പലപ്പോഴും നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹമില്ലേ എന്നൊരു ധാരണ ഉണ്ടാക്കിയേക്കാം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ അസാമാന്യ മിടുക്ക് കാണിക്കും. പണം സൂക്ഷിച്ച് ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുന്ന നിങ്ങളുടെ ശീലം ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഭദ്രത നൽകും. ബിസിനസ്, മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, നിർമ്മാണ മേഖലകൾ എന്നിവ നിങ്ങൾക്ക് വളരെയധികം അനുയോജ്യമാണ്. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലിയിലുള്ള അമിതമായ സമർപ്പണം കാരണം പലപ്പോഴും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ നിങ്ങൾ മറന്നുപോകും. ഇത് ഭാവിയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കാത്ത ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. എല്ലാവരെയും ഒരു സംശയത്തോടെയാണ് നിങ്ങൾ ആദ്യം സമീപിക്കുക. എന്നാൽ ഒരാളെ വിശ്വസിച്ചാൽ പിന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിന്ന് A, B, C, D എന്നീ 4 അക്ഷരങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം സാമ്യമുണ്ടെന്ന് തോന്നി? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാണെന്നും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓർക്കുക, ഇത് പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ കർമ്മം, ജനിച്ച സാഹചര്യം, പ്രാർത്ഥന എന്നിവയെ ആശ്രയിച്ചായിരിക്കും. എങ്കിലും നമ്മുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ അക്ഷരശാസ്ത്രം നമ്മളെ സഹായിക്കും. ഈ സീരീസിൻ്റെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റ് അക്ഷരങ്ങളുമായി വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.